അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവുകയാണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ലൈവത്തോൺ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു, വീണ്ടും വീണ്ടും ഇത് പറയേണ്ടി വരുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണെന്ന്. അതുതന്നെയാണ് ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, പല അനുഭവങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇതാ ഒരു ജീവൻ കൂടി വന്യമൃഗാക്രമണത്തിൽ ഇല്ലാണ്ടാവുകയാണ്. കണ്ണൂർ പാനൂർ ചെണ്ടയാടാണ് കാട്ടുപന്നിയുടെ കുത്തേറ്റ് കർഷകന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിദാരുണമായിട്ടുള്ള വാർത്തയാണ് സാരംഗ് ഇപ്പോൾ പാനൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പാനൂർ എന്നൊക്കെ പറയുന്നത് അതൊരു ജനവാസ മേഖലയാണ്, ഏതെങ്കിലും തരത്തിൽ ഈ പ്രശ്നമുള്ളതല്ല. പക്ഷേ എനിക്കൊന്ന് കാട്ടുപന്നിയുടെ പ്രശ്നം ഇപ്പോൾ നഗരങ്ങളിലേക്കൊക്കെ, കടകളിലേക്കൊക്കെ ഓടി വരുന്ന കാട്ടുപന്നികളെ നമ്മൾ കാണുകയാണ്. അങ്ങനെ ഒരുപക്ഷെ നഗര മലയോരമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നിയുടെ ശല്യം, കാട്ടുപന്നിയുടെ ആക്രമണം അതിരൂക്ഷമാകുന്നു. നമ്മൾ ഒരു 5 മിനിറ്റ് മുൻപ് സംസാരിക്കുമ്പോൾ 2025 2 മാസം പിന്നിടുന്നതേ ഉള്ളൂ. 14 ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇതിപ്പോൾ 15ലേക്ക് ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഈ വന്യമൃഗ സംഘർഷത്തിൽ നഷ്ടപ്പെടുന്ന ജീവനുകളുടെ, മനുഷ്യരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ക്രീനിൽ നേരത്തെ പ്രേക്ഷകർ കണ്ടു കാണും. ഓരോ ദിവസവും ആ കണക്ക്, ആ പേരുകൾ, അത് പേരുകൾ മാത്രമല്ല, ഒരു കുടുംബമാണ് അനാഥമാകുന്നത്. എത്രയോ ആ ഒരു മനുഷ്യനുമായി ചേർന്ന് ജീവിക്കുന്ന എത്രയോ ആളുകളാണ് അനാഥമാകുന്നത്. ഇതിപ്പോൾ ആ പട്ടികയിലേക്ക് ഒരു പേര് കൂടി, കണ്ണൂർ പാനൂർ ചെണ്ടയാട് സ്വദേശിയായ കർഷകൻ ശ്രീധരന്റെ പേര് കൂടി വരികയാണ്. അങ്ങനെ ഈ വർഷം മാത്രം വന്യമൃഗ സംഘർഷത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ജീവനുകളുടെ എണ്ണം 15 ആവുകയാണ്. 14 എന്നുള്ളത് 15 ആകുമ്പോൾ അത് മറ്റേതെങ്കിലും തരത്തിലുള്ള സംഖ്യയല്ല, നമ്മുടെ നേട്ടങ്ങളെ പറ്റിയല്ല, നമുക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും അവാർഡുകളെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ സഹോദരങ്ങൾ, നമ്മളിൽ പലരുടെയും അച്ഛനും അമ്മയോ മക്കളോ ഒക്കെ ആയിരുന്ന കുറേ പേരാണ്, 15 പേരാണ് ഈ വർഷം മാത്രം ഈ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ഇല്ലാണ്ടായിരിക്കുന്നത്, ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നുള്ള അതിദാരുണമായിട്ടുള്ളൊരു കണക്കാണ്. അതാണ് സർക്കാരിന് മുൻപിലേക്ക് കൂടി നമ്മൾ വെക്കുന്നത്. ഈ കാട്ടുപന്നിയൊക്കെ വെടിവെക്കാനുള്ള കുറേ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ വരുമ്പോഴും ഇതിന് എങ്ങനെയാണല്ലേ, കാട്ടുപന്നിയുടെ ആക്രമണമൊക്കെ നമുക്കറിയാം, പെട്ടെന്നായിരിക്കും നമ്മൾ ഒരു തരത്തിലും നമുക്കതിനെ പ്രതിരോധിക്കാനോ തിരിച്ച് അതിനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാനോ സാധ്യമാകില്ല. പലയിടങ്ങളിലായി നമ്മൾ കാണുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഇന്നിപ്പോൾ വീണ്ടും ഇതാ പാനൂർ ചെണ്ടയാട് കൂടി സമാനമായി ആക്രമണം ഉണ്ടാവുകയാണ്. കൃഷിയിടത്തിൽ നിന്നാണ്, സ്വന്തം കൃഷിയിടമാണ്. ഒരുപക്ഷെ പുറകിൽ നിന്ന് ആക്രമിച്ചതാകാം, അറിഞ്ഞുപോലും കാണില്ല, പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല. ദേഹമാസകലം കാട്ടുപന്നിയുടെ കുത്തേറ്റു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. അപ്പോൾ ആലോചിക്കുക, എത്രത്തോളം വേദന സഹിച്ചാണ് അദ്ദേഹത്തിന്റെ മടക്കം. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ ഒരു അവധി ദിവസമായിട്ട് പോലും രാവിലെ ആ കൃഷിയിടത്തിൽ പോയതാണ്. അവിടെ വെച്ചാണ് ഇത്രയും വലിയൊരു ആക്രമണം, കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്, ജീവൻ നഷ്ടമാകുന്നത്. ഇനി എത്ര മനുഷ്യർ രാവിലെ 8 മണിക്കാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കരച്ചിൽ പോലും ആരും കേട്ടിട്ടുണ്ടാവില്ല. നെൽപ്പാടമൊക്കെ ആണെങ്കിൽ പാടത്തിന് നടുക്കേക്കോ അല്ലെങ്കിൽ ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും അദ്ദേഹം ഒച്ച വെക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചിട്ടുണ്ടാവില്ല. 8 മണിയോടുകൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ജീവിച്ച് ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന മനുഷ്യന്മാർക്കാണ് ഈ ജീവൻ നഷ്ടമാകുന്നത്. ഒരുപക്ഷെ AC റൂമിലിരുന്ന് നമ്മളൊക്കെ ഈ പറയുന്ന നമ്മൾക്ക് പോലും ഒരു പക്ഷേ ഇതൊക്കെ എത്രമാത്രം വേദനയാണ്, എത്രമാത്രം ദുരിതമാണെന്നുള്ളത് നമുക്ക് പറഞ്ഞും നമ്മൾ കേട്ടും മാത്രം വലിയ വിമർശനം. ഈ മയക്കുവെടി ഏറ്റു കിടക്കുകയാണോ നമ്മുടെ വനംവകുപ്പ് എന്ന ചോദ്യം, വിമർശനം ഉയരുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ, ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രമാണ് വനംവകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കുന്നത്. എന്ത് ചെയ്യുകയാണ് നമ്മുടെ വനപാലകർ? ശരിയാണ്, അവർ അവരുടെ ജീവൻ പണയം വെച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി, അതിനെ പ്രതിരോധിക്കാൻ ഒരു ശാശ്വതമായ പരിഹാരം കാണാൻ ഓൺലൈൻ യോഗങ്ങൾ മാത്രം പോരാ. ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോൾ വിളിക്കുന്ന ഉന്നതതല യോഗം കൊണ്ട് അവസാനിക്കുകയാണ്. അതിനപ്പുറം എന്ത് ചെയ്യുന്നു, അവിടെ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ, ഇനി ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുവെന്ന ചോദ്യം അവശേഷിക്കുന്നു. ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും വനം വകുപ്പ് മന്ത്രി പറയും വേണ്ടത് ചെയ്യും, ഈ ഭാഗത്ത് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കും, ഉന്നതതല യോഗം വിളിക്കും. അതിനപ്പുറം അടുത്ത ദിവസം എന്ത് ചെയ്യുന്നു, ആ ഭാഗത്ത് പോയി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എല്ലാ മനുഷ്യരും പറയുന്ന ഉത്തരം. ആളുകൾ പ്രതിഷേധിക്കുമ്പോൾ മാത്രം, ഒരു ജീവൻ ഇല്ലാണ്ടാകുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇടപെടലുണ്ടാകുന്നു? അതിന് മുൻപ് നമുക്ക് എന്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിക്കാനാകുന്നില്ല? അങ്ങനെ ഒരുപാട് ചോദ്യമുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗിന് ഒരു കുറച്ചുകൂടി വിവരങ്ങൾ പങ്കുവയ്ക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. സാരംഗ്, പാനൂർ ചെണ്ടയാടാണ്, കൃഷിയൊക്കെ ആശ്രയിച്ച് കഴിയുന്ന കുറേ ആളുകളുള്ള ഇടമാണ്. കൃഷിയിടത്തിൽ വെച്ച് തന്നെയാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ ജീവൻ നഷ്ടമാവുകയും ചെയ്യുന്നത്. 8 മണിയോടുകൂടിയാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ട്? ആരും അറിഞ്ഞില്ലേ ഈ ദേഹമാസകലം ഇദ്ദേഹത്തെ കാട്ടുപന്നി കുത്തി പരിക്കേൽപ്പിക്കുമ്പോഴും ഒന്ന് കരയാൻ പോലും ആയില്ലേ? മറ്റാരും അറിഞ്ഞില്ലേ? എങ്ങനെയാണ് പിന്നീട് അറിയുന്നത്? ആ തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും. പക്ഷേ ഈ ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ശ്രീധരനോടൊപ്പം മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ 8 മണിയോടുകൂടി സ്വന്തം കൃഷിയിടത്തിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. പുറകിൽ നിന്നായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഉടനെ മറഞ്ഞു വീണ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉടനീളം
കാട്ടുപന്നി അതിക്രൂരമായി മുറിവേൽപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ആശുപത്രിയിലേക്ക് നാട്ടുകാർ അക്ഷയ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പക്ഷേ നിലവിളിച്ചാൽ പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരിക്കണം. പിന്നീട് ആളുകൾ അദ്ദേഹത്തെ പരിക്കേറ്റ നിലയിൽ, ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തിന്റെ തന്നെ കൃഷിഭൂമിയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നീട് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും വഴിമതി വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിലാണ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റുമൊക്കെ തന്നെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ആ സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല ശ്രീധരന്റെ കൂടെ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സ്വാഭാവികമാണ്, ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. കൃഷിയിടത്തിലേക്ക് ഒരുപക്ഷെ വെള്ളം തളിക്കാൻ മറ്റോ പോയതായിരിക്കും. ആ സമയത്തായിരിക്കണം കാട്ടുപന്നിയുടെ ആക്രമണം. ദേഹമാസകലം ശ്രീധരന് കുത്തേറ്റിട്ടുണ്ട് കാട്ടുപന്നിയുടെ. ഇത് പറയുന്നത് നേരത്തെ സാരംഗ് പറഞ്ഞതുപോലെ ഇതൊരു ജനവാസ മേഖലയാണ്, അല്ലെങ്കിൽ അതായത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമൊന്നുമല്ല, ജനവാസ മേഖലയാണ്. അവിടെ വെച്ചാണ് ഈ ഒരു കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഇതിന് വളരെ സങ്കടപ്പെടുത്തുന്ന വിവരങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എത്രയെത്ര മനുഷ്യരുടെ ജീവൻ നഷ്ടമായാൽ മാത്രമാണ് ഇതിനൊരു അറുതി ഉണ്ടാവുക എന്നുള്ളതാണ്. കണക്കുകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുന്ന ഈ വന്യമൃഗ സംഘർഷത്തിൽ നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ പേരുകൾ കൂടി, അതായത് പേരുകൾ നമ്മുടെ സ്ക്രീനിലുണ്ട്, ഒരു പക്ഷേ ആ പേരുകൾ കൂടി നമുക്ക് പറഞ്ഞു പോകാം. അതായത് ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ പേരുകൾ മാത്രം നോക്കുകയാണെങ്കിൽ 2025 പിറന്നതിൽ പിന്നെ ആദ്യമായിട്ട് വന്യജീവിയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത് അത് മലപ്പുറത്താണ്, നിലമ്പൂരിലാണ്. 37 വയസ്സ് പ്രായമുള്ള മണി. പിന്നീട് ജനുവരി 8 4 ദിവസത്തിന് അപ്പുറത്തേക്ക് അടുത്ത ജീവൻ കൂടി വന്യമൃഗം ഇല്ലാതാക്കുന്നു. 22 വയസ്സുകാരനായി വിഷ്ണു, പുൽപ്പള്ളി സ്വദേശി. ജനുവരി 15 ആകുമ്പോഴേക്കും അടുത്ത ആക്രമണം ഉണ്ടാവുകയാണ്. 52കാരി സരോജിനി, അതും മലപ്പുറത്താണ്, നിലമ്പൂരാണ്. ജനുവരി 15 സരോജിനിക്ക് ജീവൻ നഷ്ടമാകുന്നത്. വീണ്ടും വയനാട് അടുത്ത മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ജനുവരി 24 37 വയസ്സുകാരനായ കാണാം. ഇപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ അത് കാണിക്കാൻ പറ്റുന്നുണ്ട്. 50 ദിവസങ്ങളിൽ 14 മരണം, അത് മാറ്റണം. 50 ദിവസത്തിൽ 15 മരണമായി ഉയരുകയാണ്. ഫെബ്രുവരി 23 അവസാനമായി ലീല, 72 വയസ്സുള്ള ലീലയ്ക്ക് ആർലം ഫാമിൽ, ആർലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ മാർച്ച് 2 ആകുന്നു. അടുത്ത ആക്രമണം ഉണ്ടാവുന്നു. അടുത്തയാൾ കൊല്ലപ്പെടുന്നു. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ശ്രീധരൻ 15ാമത്തെ ആളായി മാറുകയാണ്. ഒരു വർഷം പിറന്ന് 3 മാസത്തേക്ക് അടുക്കുമ്പോൾ, അല്ലെ 2 മാസം കഴിഞ്ഞ് 3ാമത്തെ മാസം തുടങ്ങുമ്പോഴേക്ക് നമുക്ക് നഷ്ടമാകുന്നത് 15 പേരെ.